ഗൈസ്, എമ്പുരാന്റെ ട്രെയിലർ റിലീസായി. ഇന്ന് 1/8 ഇറങ്ങേണ്ടിയിരുന്ന മലയാളത്തിലെ എക്കാലത്തെയും ബ്രഹ്മാണ്ഡ ചലച്ചിത്രത്തിന്റെ ട്രെയിലർ ഇന്നലെ രാത്രി വളരെ യാദൃശികമായി നമുക്ക് മുന്നിലേക്ക് വന്നു. അല്ലെ, 11 മണിക്ക് പൃഥ്വിരാജ് പറഞ്ഞതുപോലെ തന്നെ അർദ്ധരാത്രിയിൽ ചെകുത്താൻ ഇറക്കി വിട്ടത് നിങ്ങളാണ്. അതെ, ട്രെയിലർ ലീക്ക് ആയതിനെ തുടർന്നാണ് നമുക്ക് ഇന്നലെ രാത്രി ഈ ട്രെയിലർ ആരും പ്രതീക്ഷിക്കാത്ത രീതി പെട്ടെന്ന് തന്നെ ഒരു റിലീസായിരുന്നു ട്രെയിലർ. എന്റെ മക്കളല്ല എന്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണ്? അവരാണ് എന്റെ മക്കൾ. ഈ സംസ്ഥാനത്തിന് നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മളുണ്ടെന്ന്. ഇതാണ് നമ്മൾ പറഞ്ഞത്. സുരാജ് ഒരു RSSന്റെ സുരാജ് ഇടത് രാഷ്ട്രീയമല്ല വലത് രാഷ്ട്രീയമല്ല എന്നുള്ളത് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ക്യാരക്ടർ അനാലിസിസിൽ. അത് കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. ഇവരെല്ലാം ജനറലി കേൾക്കില്ല. उसकी आंखें सब देख रही है. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ ഇരുട്ടിന്റെ പൂവ് വിശേഷം. മോഹൻലാൽ ഇൻട്രൊഡക്ഷൻ. അതിനെപ്പറ്റി നമുക്ക് പറയണ്ടേ? തീർച്ചയായിട്ടും നല്ലൊരു ഗംഭീര തിരിച്ചു ആ വിശേഷണം തന്നെ പറയുന്ന ഇരുട്ടിന്റെ കറുത്ത പൂവ്, പിതാവിന്റെയും പുത്രന്റെയും ഇടയിലുള്ള ഒരു കറുത്ത പൂവ്. അത് കഴിഞ്ഞ ഒരു മോഹൻലാലിന്റെ ഒരു എൻട്രി വിത്ത് എമ്പുരാൻ എന്നുള്ളൊരു വാക്കലും മാസ ട്രെയിലർ എന്നേ പറയാനുള്ളൂ. ഇത്ര കണ്ടത് വെച്ചിട്ട് ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളെ ഉള്ളൂ. കേരള രാഷ്ട്രീയത്തിൽ ഒരു MLA മാത്രമായിരുന്നു. അയാളെ എന്തിനാണ് നമ്മൾ അറിയാത്തത്? എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയുണ്ട്. ഒന്നും പറയില്ല. ഗംഭീര കെറ്റപ്പിലാണ് പൃഥ്വിരാജ്. അതാ പൃഥ്വി. BGM ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചിഫിക്കേഷൻ മാസം വിജയം. നമുക്ക് ഒന്നും പറയാനില്ല. മാസ് ട്രെയിലറാണ്. 5 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കിട്ടുന്നത് മോഹൻലാൽ ആരാധകർക്ക് വേണ്ടിയുള്ള ഒരു ബ്രഹ്മാണ്ഡ ചിത്രം. തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ഇതിനെ പറയാനുള്ളത്. പിന്നെ നമുക്ക് ട്രെയിലർ ലീക്കായത് അപ്പൊ ആ വിഷ്വലി തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരു ലൈക്ക പ്രൊഡക്ഷൻസിന്റെ പേര് പോലും മാറ്റിയിട്ടില്ല. മുംബൈയിൽ നിന്നിട്ട് റിലീസ് ചെയ്യാനിരുന്നതാണ്. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ ഒരു ഇത് വന്നുകൊണ്ട് സമയം പോലും നോക്കണ്ടേ, നേരത്തെ തന്നെ ചെയ്യേണ്ടി വന്നു. നമ്മൾ ട്രെയിലർ കണ്ടതിന്റെ ഞങ്ങളുടെ ഒരു റിയാക്ഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. നമ്മള് കണ്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതില് ടൊവിനോന്റെ ഒരു ഗ്രേ ഷെയ്ഡാണ് നമുക്ക് ഇതിൽ കൂടുതലായിട്ട് വിസിബിൾ ആയി കാണുന്നത്. അപ്പോൾ ടൊവിനോന്റെ കോസ്റ്റ്യൂംസ് ഔട്ട്ഫിറ്റ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ലൂസിഫറിലൊക്കെ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് കണ്ടിരുന്ന ടൊവിനോനെ ഇതൊരു ഗ്രേ ഷെയ്ഡിലുള്ള കോസ്റ്റ്യൂംസിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അതില് മഞ്ജു വാര്യരുടെ ഒരു ഡയലോഗും, അതുപോലെ തന്നെ നമ്മൾ ലാലേട്ടന്റെ ഡയലോഗും കാര്യങ്ങളൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്, ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്താൽ ചെകുത്താനെ എല്ലാവരും ആരെ ആശ്രയിക്കാം. ദൈവം എന്ന് പറയുന്നത് PK രാംദാസ്, അത് ലൂസിഫർ തന്നെ പറയുന്നത്. സ്വാഭാവികമായിട്ടും ദൈവപുത്രൻ
ജിതിൻ രാമദാസ് ആയിരിക്കും. അതുപോലെ തന്നെ രക്തബന്ധത്തെക്കാൾ വിലയുള്ള വലുതുണ്ട്, ജീവനേക്കാൾ വിലയുണ്ട് രക്തബന്ധത്തിന് എന്ന് പറയുന്ന മഞ്ജു വാര്യരുടെ ഡയലോഗ്. അതൊക്കെ ടൊവിനോന്റെ ഒരു ഗ്രേ ഷെയ്ഡിനെ, നെഗറ്റീവ് ഷെയ്ഡിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ലാണ്ട് ജാൻവി അല്ലാതെ ഒരു രക്തബന്ധം എനിക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് എന്ന് പറയുന്നത്. പറയുന്നത്. അപ്പൊ ആ ഒരാള് സ്റ്റീഫനിലോട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് ആണോ അതോ ടൊവിനോടുള്ള അറ്റാച്ച്മെന്റ് ആണോ എന്നറിയില്ല. അപ്പൊ ടൊവിനോട് ഒരു ഗ്രേ ഷെയ്ഡ് കാരണം ടൊവിനോട് തള്ളി പറയുന്നതാവാം, ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി തള്ളി പറയുന്നതാവാം. അപ്പൊ ഏതാണ് നമുക്കത് കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മള് ടൊവിനോനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ടൊവിനോടെ ഒരു ഡയലോഗ് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്കൊന്നും അറിയാത്തൊരു കഥ സ്റ്റീഫൻ നെടുമ്പള്ളി. മേ ബി സ്റ്റീഫന്റെ ഗാങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഗാങ്ങിലെ ഒരു അംഗം അല്ലെങ്കിൽ നേതൃത്വം വഹിക്കുന്ന കൂട്ടത്തിൽ ഒരാളാവാം ടൊവിനോ. അതുകൊണ്ടായിരിക്കും നമുക്ക് ആർക്കും അറിയാത്ത ഒരു ഫേസ് സ്റ്റീഫൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ടൊവിനോ നമ്മുടെ സായികുമാറിന്റെ കഥാപാത്രമൊക്കെ ആയിട്ട് കൂടി കലർന്നവർ വീണ്ടും ഒരു വേറെ രീതിയിലേക്ക് ഗോഡ്സ് ഓൺ കൺട്രിയെ കൊണ്ടുപോകുന്നു. ബോബി ഉണ്ടായിരുന്ന ടൈമിൽ തന്നെ ഇവര് കുറച്ച് ചതികളും എല്ലാം കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാവാം, അതുമാവാം. അതുകൊണ്ടാണ് ഇന്ദ്രജിത്ത് പറയുന്ന ഒരു ഡയലോഗ് ട്രെയിലറിൽ വ്യക്തമായിട്ട് കാണാൻ കഴിയും, സ്റ്റീഫൻ കം ബാക്ക് സേവ് ഗോഡ്സ് ഓൺ കൺട്രി. ഈ ഒരു ഗോവർദ്ധന്റെ നാവിൽ നിന്ന് തന്നെ അത് വരുമ്പോൾ നമുക്ക് അതിൽ എന്തോ അന്വേഷണ ഗോവർദ്ധന്റെ നാവിൽ നിന്ന് തന്നെ വരുമ്പോൾ ഇനിയും എന്തൊക്കെയോ സത്യങ്ങൾ ഹൈഡായിട്ട് കിടക്കുന്നുണ്ട്. നമ്മള് പടം കണ്ടാൽ മാത്രമേ നമുക്കത് പൂർണ്ണമായിട്ട് റിവീൽ ആവാൻ സാധിക്കും. സ്റ്റീഫൻ തന്നെ വരണം എന്നുള്ള രീതിയിൽ അല്ലെ. പിന്നെ വേറൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, പൃഥ്വിരാജിന്റെ ചെറുപ്രായത്തിലുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നത്. അപ്പൊ നോർത്ത് സൈഡ് കൂടുതലും പൃഥ്വിരാജിനെ ബേസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ പൃഥ്വിരാജിനും ആളുടെ ഫാമിലിക്കുള്ള ക്യാരക്ടേഴ്സിനും ഈ ഫിലിമിൽ നല്ലൊരു മുഖ്യ പ്രാധാന്യം വഹിക്കുന്നുണ്ട്. അത് നമുക്ക് ഈ ട്രെയിലറിൽ നിന്ന് എങ്ങനെയാണ് ആ സ്റ്റീഫനുള്ള അറ്റാച്ച്മെന്റ് എന്നുള്ളതാവണം ആ ഒരു കുട്ടികളെയൊക്കെ കൊണ്ട് കാണിക്കുന്ന ഒരു സീനും അതുപോലെ ഒരു നോർത്ത് സൈഡിലെ സീനുകൾ നമുക്ക് ട്രെയിലറിൽ കാണാം. അപ്പൊ എങ്ങനെ ചെറുപ്പം മുതലുള്ള കഥയായിരിക്കും കാണിക്കുന്നത്. കഥ കാണിച്ച് സ്റ്റീഫൻ എങ്ങനെ എത്തിപ്പെടുന്നു, സ്റ്റീഫനുള്ള അറ്റാച്ച്മെന്റ് എല്ലാം നമുക്ക് അതിനകത്ത് കാണാം. അതുപോലെ നമുക്ക് ഇല്ലുമിനാറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ഐമാക്സിന്റെ ഒരു പോസ്റ്റർ ഇറക്കിയ സമയത്ത് എല്ലാവരും ഒരു ലാൻഡ്മാർക്ക് അനൗൺസ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നു വല്ല ട്രെയിലർ റിലീസ് ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ക്യാമിയോ റോൾ റിവീൽ ആയിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയത് ഒരു ഐമാക്സിന്റെ ഒരു പോസ്റ്ററിൽ ലാലേട്ടനും പൃഥ്വിരാജും കൂടി നടന്നു വരുന്ന സീനാണ്. പക്ഷെ അതിലധികം ആരും നോട്ടീസ് ചെയ്യാതെ പോയ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ഇല്ലുമാനിറ്റിയുടെ ഒരു സിംബലും കൂടി ആ പോസ്റ്ററിൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. നമ്മൾ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇടയിൽ രണ്ട് കണ്ണ് കാണാൻ പറ്റി. ബാക്ക്ഗ്രൗണ്ട് ഒരു ലൈറ്റ്, മറ്റേ സ്കൈയിൽ ഒരു ലൈറ്റ് വരുമ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ലൈറ്റ് വരുന്നതും, അതുപോലെ തന്നെ നമുക്ക് ഐമാക്സിന്റെ എയുടെ ഉള്ളിൽ ആ ട്രയാങ്കിളിൽ ഒരു കണ്ണും നമുക്ക് അതിൽ കാണാൻ സാധിച്ചു. അതൊക്കെ ഒരു ഇല്ലുമിനാറ്റി ഈ പടത്തിലുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ ഏത് പോസ്റ്റർ എടുത്ത് നോക്കിയാൽ ഒരു സിമ്പിൾ ട്രയാങ്കിൾ സിമ്പിളും നമുക്ക് കാണാൻ പറ്റും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഖുറേഷി എബ്രഹാമായിട്ട് വരുന്ന ലാലേട്ടന്റെ ഒരുപാട് നല്ല നല്ല ക്ലാസിക് സ്റ്റിൽസുകൾ, മാസ് സാധനങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റീഫന്റെ ഒരു ലുക്കിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് വൈറ്റ് ആൻഡ് വൈറ്റ് ഉള്ള ഒരു സ്റ്റീഫനിൽ നിന്ന് ഫുൾ ബ്ലാക്ക് ഉള്ള ഒരു ഖുറേഷി എബ്രഹാം. അപ്പൊ ചിലതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാനാണോ ഇനി അതോ അതല്ല നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാനാണോ എന്ന് പോലും നമുക്ക് മനസ്സിലാകാത്ത രീതിയാണ് പൃഥ്വിരാജിനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് വേറൊരു കാര്യം പറയാനായിട്ടുള്ളത്, സ്റ്റീഫൻ ഡ്രഗ് ഡീലിംഗ്സ് മാത്രമല്ല വെപ്പൺസ് ഉണ്ട്. അത് പറയാൻ കാരണം നിങ്ങൾ ട്രെയിലറിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, സ്റ്റീഫന്റെ കയ്യിൽ ഉപയോഗിക്കുന്ന ഒരു വെപ്പൺ ഉണ്ട്, ഒരു ഗണ്ണില് ഖുറേഷി എബ്രഹാം. അപ്പൊ അതും ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതെ, അതുപോലെ തന്നെ നമ്മൾ എത്ര പേര് നോട്ടീസ് ചെയ്യുന്നെന്ന് അറിയില്ല, ലൂസിഫറിൽ ലാലേട്ടൻ സ്തുതി പറയുമ്പോൾ യേശുവിന്റെ പേര് പറയുന്നില്ല, സ്തുതിയായിരിക്കട്ടെ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പാച്ചിക്കോട് സ്തുതി പറയുമ്പോഴും അത്രേ ഉള്ളൂ. പക്ഷെ അതേസമയം ഇതിന്റെ ട്രെയിലറിൽ കാണുമ്പോൾ പാച്ചിക്കോട് സ്തുതി പറയുമ്പോൾ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ആ റിങ്, ഒരു ഖുറേഷിയുടെ ഒരു നെഗറ്റീവ് കാണിക്കുന്ന ഒരു റിങ് ഉണ്ട്, ആ റിങ് ഇങ്ങനെ എടുത്ത് വലിച്ചെറിയുന്ന ഒരു സീനും ഈഗിൾ സിമ്പിളുടെ റിങ് ഉപേക്ഷിക്കുന്ന ഒരു സീനും കൂടി കാണിക്കുന്നുണ്ട്. അപ്പൊ അതും എന്താണ് ആ ഒരു ട്രാൻസിഷൻ ആണോ എന്നുള്ളത് കൂടി ചിന്ത കൂടി വരുന്നുണ്ട്. അപ്പൊ ദൈവോത്ര നല്ലതിൽ നിന്ന് ചീത്തയോട്ട് അതിലാണ് വൈറ്റ് ടു ബ്ലാക്കിന്റെ ഒരു ഷെയ്ഡ് ട്രാൻസിഷനും കൂടി നമുക്കിതില് ഒരു ഹിഡൻ ഞാനിരുന്ന് നമുക്ക് തന്നെ വട്ടുപിടിക്കുന്ന രീതിയിലാണ് ഇത്. ഓരോ തവണ നമ്മൾ കാണുമ്പോഴും നമുക്ക് ഓരോരോ എത്ര തവണ കണ്ടെന്നറിയില്ല, വീണ്ടും വീണ്ടും കാണുമ്പോഴും നമുക്കൊരു പുതുമുള്ള പോലെ തോന്നുന്നത്, അതുപോലെ ഒരു മാസ് ഫീല് മൊത്തത്തില്. അല്ലെ, പൃഥ്വിരാജ് എന്താണ് ഇത് ഉദ്ദേശിക്കണതെന്നെല്ലാം കണ്ട് തന്നെ മനസ്സിലാക്കണം. അത് മാത്രമല്ല, ചിലപ്പോൾ ഈ ട്രെയിലറിൽ നമ്മൾ ഈ പറഞ്ഞ ലീഡുകളെല്ലാം ഇപ്പൊ കാണണമെന്ന് നിർബന്ധമില്ല. ഒരു ഇത് കൂടി പറയാനുണ്ട്, എമ്പുരാന്റെ അടുത്തൊരു പാട്ട് സെക്കൻഡ് ഒരു ഫ്രാഞ്ചൈസിയുടെ എമ്പുരാൻ ഫ്രാഞ്ചൈസ് ലൂസിഫർ ഫ്രാഞ്ചൈസിയുടെ മിഡ് പീസ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ ഇതിലെ ആളുടെ അതിന്റെ റൈറ്ററായിട്ടുള്ള മുരളിഗോപി പറയുന്നുണ്ട്, ഇത് പുതിയൊരു വെർഷൻ, പക്ഷെ ഇതിൽ ഈ പുതിയ സമയത്ത് നിന്നുകൊണ്ട് പഴയതിനെ നമ്മൾ റീകളക്ട് ചെയ്യുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോ പഴയതുണ്ട്, പുതിയതുണ്ട്, ഇനി വരാൻ പോകുന്നതും കൂടി അതിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ കാര്യം, 5 കൊല്ലം മുമ്പ് ലൂസിഫറിൽ ഒരു കേരള രാഷ്ട്രീയം മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് മൊത്തമായിട്ട് അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ലൂസിഫറിൽ കാവ്യങ്ങളുടെ കടന്നുകയറ്റം എന്ന് അവർ പറയുന്നുണ്ട്, അത് ഇതിനകത്ത് യാഥാർത്ഥ്യമായി. അതെ, സുരാജ് എന്ന കഥാപാത്രത്തിലൂടെ നമ്മള് സുരാജിന്റെ ക്യാരക്ടർ അനാലിസിസ് ചെയ്തപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു വിഷയം കൂടിയാണ്. അപ്പൊ നമ്മുടെ ആ ഒരു പ്രഡിക്ഷൻ സത്യമായി എന്നതിന്റെ ഒരു ചെറിയൊരു പ്രൗഡ് മൊമെന്റും കൂടിയാണ് ഞങ്ങൾക്ക് ഇത്. പിന്നെ ഇതിൽ നമുക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളത് ഇതിന്റെ ഫ്രെയിമുകളാണ്. ഒരു ലൊക്കേഷൻ പോലും നമ്മളൊരു ഗ്രീൻ മാറ്റ് ഇട്ടിട്ട് ചെയ്തത് ഒന്നും തന്നെയില്ല, എല്ലാം ഒറിജിനൽ ആയിട്ട്
അതായത് 20ഓളം ലൊക്കേഷനുകളിൽ പോയിട്ട് അദ്ദേഹം ലൈവായിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് ട്രെയിലറിൽ തന്നെ കാണിക്കുന്നുണ്ട് ഡിഫറെന്റ് രാജ്യങ്ങളിലെ പേര് അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പോയിന്നാണ് അതിന്റെ അവിടെയൊക്കെ പോയി റിയൽ ആയിട്ടുള്ള കാണിക്കുന്നുണ്ട്. റിയൽ ആയിട്ട് ഇത്രയും ലൊക്കേഷനുകളിൽ പോയിട്ട് റിയൽ ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്തെടുത്താണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ഇമ്പാക്ട് തീർച്ചയായിട്ടും ഈ പടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഡ്യൂപ്പുകളില്ല, ഒരു സീനിൽ പോലും ഡ്യൂപ്പിൽ, എല്ലാം ഒറിജിനൽ സീക്വൻസുകളും ഒരു VFX ഇല്ലാതെ എഡിറ്റിങ്ങും കളറിങ്ങും കൊണ്ട് മാത്രം നമ്മുടെ മലയാള സിനിമയിൽ പുതിയൊരു മുഖം അല്ലെങ്കിൽ പുതിയൊരു രീതി ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കാൻ എമ്പുരാന് സാധിക്കും. നമുക്ക് ട്രെയിലറിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് 4 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഒരു ട്രെയിലർ മലയാള സിനിമയിൽ തന്നെ ഇങ്ങനെ ട്രെയിലർ ഇല്ല. 4 മിനിറ്റ് ട്രെയിലർ പ്രേക്ഷകർക്ക് ലാഗ് അടുപ്പിക്കുന്നില്ല. പക്ഷേ അതുപോലെ തന്നെ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് പൃഥ്വിരാജ് തെളിയിച്ചതാണ്. അതായത് ലൂസിഫർ എന്ന് പറയുന്ന 2.25 മണിക്കൂറുള്ള പടത്തില് വെറും 3/4 മണിക്കൂർ മാത്രമേ മോഹൻലാൽ എന്ന് പറയുന്ന നായകനെ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ പ്രേക്ഷകരെ 3 മണിക്കൂർ പിടിച്ചിരുത്താൻ സാധിക്കുക എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ബ്രില്യൻസ് തന്നെയാണ്. അത് തീർച്ചയായിട്ടും പൃഥ്വിരാജ് ഉണ്ടെന്നുള്ള ലൂസിഫറിനോട് അദ്ദേഹം തെളിയിച്ചു. എമ്പുരാനിലെ ടീസറിലൂടെ വീണ്ടും നമുക്ക് പ്രതീക്ഷകൾ തരികയാണ്. ആ പ്രതീക്ഷയുടെ മുൾമുനയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ ട്രെയിലർ റിവ്യൂ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ നിങ്ങളെ പോലെ തന്നെ മാർച്ച് 27-ന് തിയേറ്ററിൽ പോയി കാണാനും ആസ്വദിക്കാനും വേണ്ടി കാത്തിരിക്കുകയാണ്. ദിവസങ്ങൾ വിരലിലെണ്ണി കാത്തിരിക്കുന്നു ഞങ്ങൾ നിങ്ങളോടൊപ്പം. നമുക്ക് ട്രെയിലർ റിവ്യൂ നമ്മൾ തൽക്കാലം നിർത്തുകയാണ്. നമുക്ക് സിനിമ കണ്ടിട്ട് സിനിമ റിവ്യൂ ആയിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. Nice.